എന്താണ് സമിതിയുടെ നിയോഗം എന്താണ്? അതായത് സമിതി ഞങ്ങൾ എല്ലാവരെയും ഒന്ന് കാണും, കണ്ടിട്ട് അവരുടെ അഭിപ്രായം തേടും. എന്താണെന്നുള്ളത് ഞങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. പുറത്ത് പറയാൻ പറ്റുന്ന സമയത്ത് നിങ്ങളെ എല്ലാ വിവരം അറിയിക്കുകയും ചെയ്യും. ഇപ്പം ഞങ്ങൾ കാണാനായിട്ട് വന്നു, അത്രമാത്രം. വരട്ടെ. എന്തോ ഞങ്ങൾ പ്രശ്നം പരിഹരിച്ചല്ലേ മതിയാകും. പക്ഷേ എല്ലാവരുടെയും ഒപ്പീനിയൻ കേൾക്കും. അഭിപ്രായം കേട്ടതിന് ശേഷം ഞങ്ങൾ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടേതായ നിർദ്ദേശം പറയും. അത് കഴിഞ്ഞ് നിങ്ങളുടെ വിവരം പറയുകയും ചെയ്യും. എന്തോ ചർച്ച ചെയ്യേണ്ടവരെല്ലാവരുമായിട്ട് ചർച്ച ചെയ്യും. വരട്ടെ, ഡീറ്റെയിൽസ് പിന്നെ പറയാം. നമുക്കിനിയിപ്പോൾ ഡീറ്റെയിൽസ് എല്ലാ ആളുകളോട് സംസാരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസിൻ്റെ ലീഡേഴ്സല്ലേ, അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചല്ലേ മതിയാകൂ. അതൊക്കെ സംസാരിച്ചിരിക്കും. പക്ഷേ ഇപ്പം ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ 2:30 മണിക്ക് യോഗ ആയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇരിക്കും, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും. കേട്ടതിന് ശേഷം രമ്യമായി മുന്നോട്ട് പോകാനുള്ള നടപടിയിലേക്ക് പോവുക. രമ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊരു പൊളിറ്റിക്കൽ മിഷനുണ്ട്. അത് ഡിവൈഡ് ചെയ്യല്ല, അത് ഒരുമിച്ച് പോകണമെന്നുള്ളതാണ്. അതിന് പറ്റുന്ന സഹായകരമായ ഒരു നിലപാട്, അതാണ് ഞങ്ങൾ എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളും ആ ലക്ഷ്യത്തിലോട്ടാണ് പോകുന്നത്. അതൊക്കെ ഡീറ്റെയിൽസാണ്. വരട്ടെ, അദ്ദേഹം പറഞ്ഞല്ലോ, അതൊക്കെ വരട്ടെ, പിന്നീട് പറയാം. വരട്ടെ, ആളുകളെ കാണുന്നതിന് മുമ്പേ റിപ്പോർട്ടപ്പം കൊടുക്കുന്നറിയാം. എപ്പം ജനിക്കുമെന്ന് ചോദിക്കുന്നതിന് തുല്യല്ലേ.